സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 4 പാർട്ട് 3 ആണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ്. എന്താണ് സെമി കണ്ടക്ടേഴ്സ്, ഏതൊക്കെ ടൈപ്പ് മെറ്റീരിയൽസ് ആണ്, എലമെൻറ്റ്സ് ആണ് സെമി കണ്ടക്ടേഴ്സായിട്ട് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ കണ്ടക്ടറിൽ നിന്നും ഇൻസുലേറ്ററിൽ നിന്നും അതിൻ്റെ വ്യത്യാസം എന്താണ്, എനർജി ബാൻഡ് തിയറി പ്രകാരം എങ്ങനെയാണ് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് സെമി കണ്ടക്ടറിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. സെമി കണ്ടക്ടേഴ്സ് 2 ടൈപ്പ് ഉണ്ട് മെയിനായിട്ട്. ഫസ്റ്റ് ഓഫ് ആൾ സെമി കണ്ടക്ടറെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക: ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ആ പേര് കേൾക്കുമ്പോൾ പഠിക്കാനൊന്നുമില്ല, വളരെ സിമ്പിളാണ്. സെമി കണ്ടക്ടർ ഇൻ എൻ എക്സ്ട്രീംലി പ്യുവർ ഫോം. അതിൽ വേറൊരു ഇമ്പ്യൂരിറ്റീസും ഇല്ല. ഫോർ എക്സാമ്പിൾ, സിലിക്കൺ എലമെൻ്റ് ആണെങ്കിൽ, സിലിക്കൺ ആറ്റം ആണെങ്കിൽ, അല്ലെങ്കിൽ സിലിക്കൻ്റെ ഒരു എലമെൻറ്റ് കൊണ്ടുണ്ടാക്കിയില്ല സെമി കണ്ടക്ടർ ആണെങ്കിൽ അതിൽ സിലിക്കൺ ആറ്റംസ് മാത്രം, മറ്റൊരു ആറ്റംസ് അതിലില്ല. സിലിക്കൺ മാത്രം അടങ്ങിയിട്ടുള്ളത്, എക്സ്ട്രീംലി പ്യുവർ ആയിരിക്കും, മറ്റൊന്നുമില്ല. ഇനി ജർമ്മനി ആണെങ്കിൽ ജർമ്മനിയം മാത്രം. ഇതുപോലെ സെമി കണ്ടക്ടർ, ഇതുപോലെ ഇമ്പ്യൂരിറ്റീസ് തീരെ ഇല്ലാത്ത സെമി കണ്ടക്ടറുകളെയാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ, ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ ഒരു പോരായ്മ ഉണ്ട്. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ പറയുന്നതിന് മുന്നേ ഇൻട്രിൻസിക് എന്തുകൊണ്ട് നമ്മൾ എക്സ്ട്രിൻസിക്സ് ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് എക്സ്ട്രിൻസിക് വന്നു എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പോൾ ഇൻട്രിൻസിക്കിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്, അതിന് സാധാരണ നോർമൽ റൂം ടെമ്പറേച്ചറിൽ കറണ്ട് കടത്തിയുള്ള ക്യാപ്പബിലിറ്റി, കഴിവ് എന്ന് പറയുന്നത് കുറവായിരിക്കും. വളരെ കുറച്ച് എമൗണ്ട് ഓഫ് കറണ്ട് മാത്രമേ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ അഥവാ പ്യുവർ സെമി കണ്ടക്ടർ എന്ത് ചെയ്യുള്ളൂ, നോർമൽ റൂം ടെമ്പറേച്ചറിൽ കറണ്ട് കടത്തിവിടുള്ളൂ. അപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് ഡിവൈസസിലൊക്കെ യൂസ് ചെയ്യാൻ ഒന്നുകൂടി നല്ലതായിട്ടുള്ളത്, ഒന്നുകൂടി എന്ത് ചെയ്യണം, അതിൻ്റെ കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിൻ്റെ കറണ്ട് കടത്തിവിടുന്ന പ്രോപ്പർട്ടി കൂട്ടണം. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, അതിലേക്ക് സ്മാൾ എമൗണ്ട് ഓഫ് ഇമ്പ്യൂരിറ്റി, കുറച്ച് എന്ത് ചെയ്യും, ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ പ്യുവർ അല്ലാത്ത മറ്റെന്തെങ്കിലും വസ്തുക്കൾ ആഡ് ചെയ്യുക എന്നുള്ളതിന് ഇമ്പ്യൂരിറ്റി. നമ്മൾ വെള്ളത്തിൽ ചളി ഉണ്ടാകുന്നതിന് ഇമ്പ്യൂരിറ്റി ഉണ്ടാകുന്ന പോലെ അല്ലേ, ഇതുപോലെ നമ്മൾ ഈ പ്യുവർ ആയിട്ടുള്ള ഈ ഒരു സിലിക്കൺ മാത്രമുള്ള എലമെൻറ്റിലേക്ക് നമ്മൾ അതിലേക്ക് മറ്റു എലമെൻസിൻ്റെ ആറ്റംസിനെ നമ്മൾ ആഡ് ചെയ്യുക. അതിനാണ് നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യലല്ല, അതിന് കറക്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റി നമ്മൾ ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അങ്ങനെ ഇമ്പ്യൂർ ആയിട്ടുള്ള ആ ഒരു സെമി കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. അങ്ങനെ ആഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, കണ്ടക്റ്റൻസ്, ഇലക്ട്രിക്കൽ കണ്ടക്റ്റൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇനി ആ ഒരു ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നതിന് അതിന് വിളിക്കുന്ന പേരാണ് ഡോപ്പിംഗ്. ഡോപ്പിംഗ്. ദ പ്രോസസ് ഓഫ് ആഡിങ് ഇമ്പ്യൂരിറ്റീസ് ടു സെമി കണ്ടക്ടർ ഈസ് കാൾഡ് ഡോപ്പിംഗ്. ഒരു പ്യുവർ സെമി കണ്ടക്ടറിലേക്ക് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള മറ്റു ആറ്റംസ്, ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഡോപ്പിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് മനസ്സിലായോ? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്യുവർ അല്ലെങ്കിൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിലേക്ക് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ട് അതിന് കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത് ഉണ്ടാക്കുന്ന ടൈപ്പ് സെമി കണ്ടക്ടേഴ്സാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. ഇനി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഇമ്പ്യൂരിറ്റിക്ക് അനുസരിച്ച് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു. N type semiconductors and
പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ കൂടുതൽ നെഗറ്റീവ് ചാർജസ് ആയിരിക്കും, അഥവാ ഇലക്ട്രോൺസ് ആയിരിക്കും. പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ കൂടുതൽ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഹോൾസ് ആയിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിന് പി ടൈപ്പ് എന്ന് പറയാൻ കാരണം. ഇനി പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണെന്ന്, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണെന്നും നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണെന്ന് നോക്കാം. നമ്മൾ പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടർ എന്താണ്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. അതിന് എക്സാമ്പിളാണ് നമ്മൾ സിലിക്കൺ, അല്ലേ? ഇവിടെ സിലിക്കൺ ആറ്റംസ്, ഒരുപാട് സിലിക്കൺ ആറ്റംസ് ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ടുണ്ടായതാണ് ഒരു സിലിക്കൺ എലമെൻറ്റ്, അല്ലെങ്കിൽ സിലിക്കൻ്റെ ഒരു ബാർ, അല്ലെങ്കിൽ സിലിക്കൻ്റെ ഒരു കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സെമി കണ്ടക്ടറിലേക്ക് നമ്മൾ പെൻറ്റാവാലൻ്റ് ആയിട്ടുള്ള, എന്താണ് പെൻറ്റാവാലൻ്റ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ എന്താണ് പെൻറ്റാവാലൻ്റ് എന്ന് പറയുന്നതിന് മുന്നേ നമുക്കറിയാം, നമ്മൾ സെമി കണ്ടക്ടർ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനെ കുറിച്ച് പറഞ്ഞ സമയത്ത്, നമ്മൾ ഈ സെമി കണ്ടക്ടറിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് സാധാരണ അവസാന ഷെല്ലിലെ ഇലക്ട്രോൺസ് 4 എണ്ണം ആയിട്ടില്ല, ടെട്രാവാലൻ്റ് എന്ന് പറയും. അവസാന ഷെല്ലിലെ ഇലക്ട്രോൺസ് 4 എണ്ണം ഉള്ളതിനെ ടെട്രാവാലൻ്റ് എന്ന് പറയും. അവസാനത്തെ സെല്ലിലെ ഇലക്ട്രോൺസ് 4 എണ്ണം ഉള്ള ആറ്റംസ്. അതിന് എക്സാമ്പിളാണ് കാർബൺ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ഇതൊക്കെ. അപ്പോൾ സിലിക്കൺ, ജെർമേനിയം ഒക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ സെമി കണ്ടക്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സിലിക്കൺ ആറ്റംസിൻ്റെ അവസാന ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉള്ളത്. അത് മറ്റു 4 സിലിക്കൺ ആറ്റവുമായി ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ടാണ് അത് ഒരു എലമെൻ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എലമെൻ്റ് സ്ട്രക്ചർ ഉണ്ടാകുന്നത്. എന്നാൽ ഇതിലേക്ക് നമ്മൾ പെൻറ്റാവാലൻ്റ്, അവസാന ഷെല്ലിലെ ഇലക്ട്രോൺസ് 5 എണ്ണമായിട്ടുള്ള ആറ്റംസ്. അതിന് എക്സാമ്പിളാണ് ആർസനിക് അല്ലെങ്കിൽ ആൻറ്റിമണി. നമ്മൾ കാർബൺ ഫാമിലി തൊട്ടു കഴിഞ്ഞിട്ട് വരുന്ന ഫാമിലി. അഥവാ നൈട്രജൻ ഫാമിലിയിലെ മെമ്പേഴ്സ്. ഇപ്പോൾ അവസാന ഷെല്ലിൽ അവർക്ക്, ഇപ്പോൾ നൈട്രജനൊക്കെ 7 ഇലക്ട്രോൺസാണ് ടോട്ടലി ഉള്ളത്. അതിൽ 2, 7, ഫസ്റ്റ് ഷെല്ലിൽ 5, ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസും നെക്സ്റ്റ് അവസാന ഷെല്ലിൽ 5 ഇലക്ട്രോൺസും ഉണ്ടാവാം. ഇതുപോലെ ആൻറ്റിമണി, ആർസനിക്, ഇതുപോലത്തെ ആ ഒരു ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സും എലമെൻസും അവസാനത്തെ ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെ പെൻറ്റാവാലൻ്റ് ആയിട്ടുള്ള ആറ്റംസിനെ, അതിനെയാണ് പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുക. അതിനെ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് എമൗണ്ട് ഈ സിലിക്കൺ ആറ്റംസിൻ്റെ എലമെൻറ്റിൻ്റെ ഇതിലേക്ക് എന്ത് ചെയ്യാണ്? ഡോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെ ഇവിടെ കണ്ടോ, ഇവിടെ ഈ SB എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻറ്റിമണി. ഈ ആൻറ്റിമണി ആറ്റം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൾറെഡി ഇതിന് എന്തുണ്ട്? 5 ഇലക്ട്രോൺസ് ഉണ്ട് അവസാന ഷെല്ലിൽ. 4 ഇലക്ട്രോൺസ് നമ്മൾ ഈ ഓരോ സിലിക്കണുമായിട്ടും കമ്പൈൻ ചെയ്യും. ചിത്രത്തിൽ സൂക്ഷ്മമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതാണ് ഇതിലെ നമ്മളെ ഈ പെൻറ്റാവാലൻ്റ് ആയിട്ടുള്ള ഈ ആറ്റത്തിൻ്റെ ഇമ്പ്യൂരിറ്റിൻ്റെ ഇലക്ട്രോൺസ് ഇവിടെ ഒന്ന് ഷെയർ ചെയ്ത്, ഇതുമായി ഒന്ന് ഷെയർ ചെയ്ത്, ഈ ഒരു സിലിക്കണുമായി ഷെയർ ചെയ്ത്, ഈ ഒരു സിലിക്കണുമായി ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അവിടെ എന്തുണ്ടാവും? 1 ഇലക്ട്രോണ് ബാക്കി ഉണ്ടാവും. ഇപ്പം 4 ഇലക്ട്രോൺസ്, ഇപ്പം 5 ഇലക്ട്രോൺസാണ് അവസാന ഷെല്ലിലുള്ളത്. ഇപ്പോൾ 4 ഇലക്ട്രോൺസ് ആൾറെഡി 4 സിലിക്കണുമായി കമ്പൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ 1 ഇലക്ട്രോൺസ് ബാക്കി ഉണ്ടാവും. ആ 1 ഇലക്ട്രോണ് ഫ്രീ ഇലക്ട്രോണായിട്ട് ഇങ്ങനെ കടക്കും. അപ്പോൾ ഫ്രീ ഇലക്ട്രോണായിട്ട് കടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ ഫ്രീ ഇലക്ട്രോണായിട്ട് കടന്നു കഴിഞ്ഞാൽ അത് കണ്ടക്റ്റൻസിനെ, ഇലക്ട്രിക്കൽ കണ്ടക്റ്റൻസിനെ, കറണ്ട് കടത്തിവിടാൻ കൂടുതൽ സഹായിക്കും. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഇമ്പ്യൂരിറ്റീസിനെയാണ് നമ്മൾ ഡോണർ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ ഡോണർ ഇമ്പ്യൂരിറ്റീസ് പറയാം. കാരണം ഇവിടെ ഇലക്ട്രോൺസിനെ ഇവിടെ എന്ത് ചെയ്യാണ്? പ്രൊവൈഡ് ചെയ്യാണ്. ഒരു ഫ്രീ ഇലക്ട്രോൺ എന്ത് ചെയ്തു? ഇവിടെ പുറത്ത് കൊടുത്തു. കാരണം 4
5 ഇലക്ട്രോൺസ് ടോട്ടൽ അവസാനത്തെ ഷെല്ലിൽ ഉണ്ടായതുകൊണ്ട് 4 നമ്മൾ സിലിക്കൺ ആറ്റവുമായി കമ്പൈൻ ചെയ്ത് ഒന്ന് ഫ്രീ ആയപ്പോൾ ഒന്ന് പുറത്തേക്ക് കൊടുത്തു, അഥവാ ഫ്രീ ആയിട്ട് വിട്ടു. അപ്പോൾ അത് എന്ത് ചെയ്തു, ഒരു ഇലക്ട്രോൺസിനെ പുറത്തേക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഫ്രീ ഇലക്ട്രോൺസിനെ പുറത്ത് കൊടുത്തുകൊണ്ട് അതിനെ ഡോണർ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നു, ഈ ഒരു പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസിനെ. അങ്ങനെ ഡോണർ ഇമ്പ്യൂരിറ്റീസ് ആയിട്ടുള്ള പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് ഡോപ്പ് ചെയ്തിട്ടുള്ള, ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ആഡിങ് ഓഫ് ഇമ്പ്യൂരിറ്റി, ഡോപ്പ് ചെയ്തിട്ടുള്ള എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെയാണ് എന്ത് വിളിക്കുന്നത്, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. കാരണം എന്താ, ഈ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസും ഓരോ ആറ്റംസും ഇതുപോലെ എന്ത് ചെയ്തു, ഓരോ ഫ്രീ ഇലക്ട്രോൺസിനെ 4 ഇലക്ട്രോൺസ് സിലിക്കൺ ആറ്റവുമായി കമ്പൈൻ ചെയ്ത ശേഷം ബാക്കി ഒരു ഇലക്ട്രോൺസ് അതിനൊക്കെ എന്താണ് ഫ്രീ ആയിട്ട് വിടുന്നത് കൊണ്ട് ആ ഫ്രീ ഇലക്ട്രോൺസ് ഇങ്ങനെ ഇതിൽ നിറയും ഈ സെമി കണ്ടക്ടർ ക്രിസ്റ്റലിനകത്ത്. അങ്ങനെ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായതുകൊണ്ടാണ് അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ്, കൂടുതൽ നെഗറ്റീവ് ചാർജ് കാരിയേഴ്സാണ് അതിൻ്റെ അകത്ത് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇതിനെ എൻ ടൈപ്പ് എന്ന് വിളിക്കാൻ കാരണം. എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് ഉദ്ദേശിച്ചത്, അപ്പോൾ കൂടുതൽ ഇവിടെ ഇലക്ട്രോൺസ് ആണ് ഫ്രീ ആയിട്ടുള്ളത്, അതുകൊണ്ട് നമ്മളതിനെ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ ഡോണർ ഇമ്പ്യൂരിറ്റീസ് ആകുന്ന പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ്, ഒരു ഇലക്ട്രോൺസ് കൊടുക്കുന്ന പെൻറ്റാവാലൻ്റ് ആയിട്ടുള്ള ഡോണർ ഇമ്പ്യൂരിറ്റീസിനെ ഡോപ്പ് ചെയ്തിട്ടുള്ള എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെയാണ് എന്ത് വിളിക്കുന്നത്, എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൽ കൂടുതലും എന്തുണ്ടാവുക, എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൽ കൂടുതലും ഉണ്ടാവുക ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് അതിനെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ക്രിസ്റ്റലിൻ്റെ അകത്ത് കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടായതുകൊണ്ടാണ് അതിനെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് വിളിക്കാൻ കാരണം. ഇനി എന്താണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ പെൻറ്റാവാലൻ്റ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റിയാണ് ആഡ് ചെയ്തതെങ്കിൽ ഇവിടെ ട്രൈ വാലൻ്റ് അഥവാ 3 ഇലക്ട്രോൺസ് അവസാന ഷെല്ലിലുള്ള ആറ്റംസ്, അതിന് എക്സാമ്പിളാണ് ഗാലിയം, ഇൻഡിയം, താലിയം, ആ ഒരു ഫാമിലിയിൽപ്പെട്ടത്. അത് ബോറോൺ ഫാമിലിയിലെ മെമ്പറായിരിക്കും. ഈ ഗാലിയം, ഇൻഡിയം, താലിയം ഒക്കെ ബോറോൺ ഫാമിലി. ബോറോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കാർബൺ ഫാമിലി തൊട്ട് മുന്നേ അവസാന ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇപ്പോൾ ബോറോണും ടോട്ടൽ 5 ഇലക്ട്രോൺസ് ആണ്. ഫസ്റ്റ് ഷെല്ലിൽ 2ഉം നെക്സ്റ്റ് ഷെല്ലിൽ 3, 2, 3, 5. ഇപ്പോൾ ഇങ്ങനെ ബോറോൺ ഫാമിലിയിലെ മെമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ ബോറോൺ തന്നെ, ഇപ്പോൾ ബോറോണാണ് നമ്മൾ ഇതിലേക്ക് ഡോപ്പ് ചെയ്യുന്നത് നോക്കാം. ബോറോണാണ് നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ബോറോൺ ആകെ അവസാന ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ഉണ്ടാവുള്ളൂ. ആ 3 ഇലക്ട്രോൺസ് 3 സിലിക്കൺ ആറ്റവുമായി കമ്പൈൻ ചെയ്ത് ബാക്കി ഒരു സിലിക്കൺ ആറ്റിനെ കമ്പൈൻ ചെയ്യാൻ ഇലക്ട്രോൺസ് ഇല്ല. അപ്പോൾ അവിടെ ഒരു ഹോള് രൂപപ്പെടും, ഒരു ഇലക്ട്രോൺസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന ഇലക്ട്രോൺസിൻ്റെ ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ അവിടെ പോസിറ്റീവ് ചാർജിൻ്റെ മേൽക്കോയ്മയാണെന്നർത്ഥം. അതിനെയാണ് നമ്മൾ ഹോൾ എന്ന് വിളിക്കുന്നത്. അതൊരു ഇമാജിനറി കൺസെപ്റ്റ്. അവിടെ ഇലക്ട്രോൺസ് ഇല്ല, അപ്പോൾ അവിടെ എന്താണ്, ഒരു ഹോൾ വിട്ടു, അഥവാ അവിടെ ഇലക്ട്രോൺസിൻ്റെ ഡെഫിഷ്യൻസി, അതിനെ അവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടായി. അപ്പോൾ അവിടെ എന്താണ്, ഇതിനെയാണ് നമ്മൾ ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത്. എന്താണ്, ഈ ടൈപ്പ് 3 ഇലക്ട്രോൺസ് അവസാന ഷെല്ലുള്ളത്, ഇവിടെ ഇലക്ട്രോൺസിനെ കൊടുക്കുകയല്ല ചെയ്യുന്നത്, ഇലക്ട്രോൺസ് ഒന്ന് കുറവാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഹോളാണ് രൂപപ്പെടുന്നത്, ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻസി, ഇതിനാണ് ഹോൾ എന്ന് പറയുന്നത്. ഇങ്ങനെ അവിടെ പോസിറ്റീവ് ചാർജിൻ്റെ ഒരു മേൽക്കോയ്മ ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് ട്രൈ വാലൻ്റ് ആയിട്ടുള്ള ബോറോൺ ഫാമിലി മെമ്പേഴ്സിനെ നമ്മൾ ആറ്റംസിനെ ഇതിലേക്ക് ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെമി കണ്ടക്ടർ ക്രിസ്റ്റൽ, നമ്മളെ സിലിക്കൺ ക്രിസ്റ്റലിൻ്റെ അകത്ത് ഒരുപാട് ഹോൾസ് രൂപപ്പെടും. ഇവിടെ പോസിറ്റീവ് ചാർജ് ഒരുപാട് രൂപപ്പെടുത്തും. അതുകൊണ്ടാണ് ഇങ്ങനെ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഹോൾസിനെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. പി ടൈപ്പ് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത് പോസിറ്റീവ് ടൈപ്പ് അഥവാ പി ടൈപ്പ്. അപ്പോൾ നമ്മളെ ബോറോൺ ഫാമിലിയിലുള്ള അതുപോലത്തെ ട്രൈ വാലൻ്റ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ്, ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസ്, നേരത്തെ ഡോണർ ഇമ്പ്യൂരിറ്റീസ് ആയിരുന്നു, ഇവിടെ ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസ്, ബോറോൺ, ഗാലിയം, ഇൻഡിയം, ഇതുപോലത്തെ ട്രൈ വാലൻ്റ് ആയിട്ടുള്ള ആറ്റംസിനെ നമ്മൾ സെമി കണ്ടക്ടർ ക്രിസ്റ്റലിലേക്ക് ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുന്ന സെമി കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ പി ടൈപ്പ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്,
പരമാവധി കറണ്ട് കടത്തിവിടുന്ന ആൾക്കാർ. ഇവിടെ പോസിറ്റീവ് ചാർജിന് മേൽക്കോമേൻ്റ് ആയതുകൊണ്ടും അവിടെ കറണ്ട് കൂടുതൽ കടത്തിവിടും. കാരണം പോസിറ്റീവ് ചാർജ് ആണെങ്കിലും അവിടെ എന്ത് ചെയ്യും, കറണ്ട് കടത്തിവിടാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യും, അതിനെ നമ്മൾ പി ടൈപ്പ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ, എന്താണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് മനസ്സിലായി. ഇനി നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് പോവാം, പി എൻ ജംഗ്ഷൻ ഡയോഡ്. അപ്പോൾ ഇത് എന്താണ് സെമി കണ്ടക്ടർ, എന്താണ് ഇൻട്രിൻസിക്, എന്താണ് എക്സ്ട്രിൻസിക് എന്നൊക്കെ മനസ്സിലായാൽ, എന്താണ് പി ടൈപ്പ്, എന്താണ് എൻ ടൈപ്പ് എന്നൊക്കെ മനസ്സിലായാൽ മാത്രമേ നമുക്ക് പി എൻ ജംഗ്ഷൻ ഡയോഡിലേക്ക് വരാൻ കഴിയുള്ളൂ. അപ്പോൾ ആദ്യം അതൊക്കെ നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. പി ടൈപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ പോസിറ്റീവ് ചാർജ് ആയിരിക്കും കൂടുതൽ, ഹോൾസ് ആയിരിക്കും കൂടുതൽ, കാരണം ട്രൈവാലൻ്റ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ആണ് അതിലേക്ക് ആഡ് ചെയ്തത്. എൻ ടൈപ്പ് ആകുമ്പോൾ അവിടെ ഡോണർ ഇമ്പ്യൂരിറ്റീസ് ആയിട്ടുള്ള പെൻറ്റാവാലൻ്റ് ആയിട്ടുള്ള ആറ്റംസാണ് നമ്മൾ സെമി കണ്ടക്ടറിലേക്ക് ഡോപ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അവിടെ കൂടുതൽ ഇലക്ട്രോൺസ് ആണ് ഫ്രീ ആയിട്ട് കിടക്കുക. അതിനെ നമ്മൾ എൻ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി എന്താണ് പി എൻ ജംഗ്ഷൻ? നമ്മൾ സ്യൂട്ടബിൾ ആയിട്ട് പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും കൂടി രണ്ടും കൂടി എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഒരു പി ടൈപ്പ് ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറും കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ജോയിൻ ചെയ്യും. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് ചെറിയൊരു പ്രത്യേകത ഉണ്ട്. അത് ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് ഇലക്ട്രോൺസ്, എൻ ടൈപ്പ് സെമി കണ്ടക്ടൻസിന് കുറച്ച് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, പി ഭാഗത്തേക്ക് മൂവ് ചെയ്യും. കാരണം പോസിറ്റീവ് നെഗറ്റീവ് അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. എന്നിട്ട് അത് ഡിഫ്യൂസ് ചെയ്യും. അതുപോലെ പി ഭാഗത്ത് നിന്ന് കുറച്ച് ഹോൾസ് ചെന്നിട്ട് എന്ത് ചെയ്യും, എൻ ഭാഗത്തേക്കും പോയിട്ട് അവിടെ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യും. ബാരിയർ എന്ന് പറഞ്ഞാൽ ഒരു തടസ്സം പോലെ. അപ്പോൾ കുറച്ച് എന്താണ്, പി ഭാഗത്തു നിന്നും കുറച്ച് എൻ ഭാഗത്തു നിന്ന് ഇലക്ട്രോൺസും, കുറച്ച് പി ഭാഗത്തു നിന്ന് എൻ ഭാഗത്തു നിന്ന് ഇലക്ട്രോൺസും പി ഭാഗത്തു നിന്ന് ഹോൾസും പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫ്യൂസ് ചെയ്തിട്ട് അവിടെ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്തു. അങ്ങോട്ട് പോയി അവിടെ ഡിഫ്യൂസ് ചെയ്ത് പറഞ്ഞാൽ തമ്മിൽ എന്ത് ചെയ്തു, കൂടിച്ചേർന്ന് അവിടെ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഫർദറായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇലക്ട്രോൺസും ഹോൾസും എന്ത് ചെയ്യില്ല, ചലിക്കാൻ കഴിയില്ല. അവിടെ എന്ത് ചെയ്തു, ചെറിയൊരു ബാരിയർ ക്രിയേറ്റ് ചെയ്തു. ആ ബാരിയറിന് ചെറിയൊരു പൊട്ടൻഷ്യൽ, ചെറിയൊരു വോൾട്ടേജും ഉണ്ടാവും. അത് ഓരോ മെറ്റീരിയലിനനുസരിച്ച്, സിലിക്കൺ ആകുമ്പോൾ 0.7 വരും, ജർമ്മനി ആകുമ്പോൾ 0.3 വോൾട്ടൊക്കെ വരും ആ ബാരിയർ പൊട്ടൻഷ്യൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറും നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ എന്ത് ചെയ്യുന്നു, ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് ക്രിയേറ്റ് ചെയ്യും. ആ പി എൻ ജംഗ്ഷൻ ഡയോഡിന് സെൻറ്ററിൽ നമ്മൾ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടാവും. അവിടെ കാരണം എന്താ വെച്ചാൽ ആ പി എൻ ജംഗ്ഷനിൽ ആ പിയും എന്നും കൂടിച്ചേർന്ന സ്ഥലത്ത് ഇലക്ട്രോൺസും ഹോൾസും ഡിഫ്യൂസ് ചെയ്തിട്ട് അവർ ചെറിയൊരു ലെയർ, ആ ഒരു ലെയറിനെ വിളിക്കുന്ന പേരാണ് ഡിപ്ലീഷൻ ലെയർ. ആ ഡിപ്ലീഷൻ ലെയർ ബാരിയർ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യും. ഡിപ്ലീഷൻ ലെയറിൽ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യും. അത് ഓരോ മെറ്റീരിയലിനനുസരിച്ച് മാറും. 0.7 വോൾട്ടാണ് സാധാരണ സിലിക്കൺ വരുന്നത്, ജർമ്മനിൻ്റെ കേസിൽ 0.3 വോൾട്ടാണ്. അപ്പോൾ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ജംഗ്ഷനിൽ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യും. അവിടെ ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്യും. അവിടെ ഇലക്ട്രോൺസും ഹോൾസും ഡിഫ്യൂസ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് പി എൻ ജംഗ്ഷൻ അല്ലെങ്കിൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. പി എൻ ജംഗ്ഷൻ അല്ലെങ്കിൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് പി എൻ ജംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്? പി ടൈപ്പ് സെമി കണ്ടക്ടറേയും എൻ ടൈപ്പ് സെമി കണ്ടക്ടറേയും നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടാണ്, അപ്പോൾ ഒരു കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ ഡിപ്ലീഷൻ ലെയർ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇലക്ട്രോൺസും ഹോൾസും ആ ജംഗ്ഷനിൽ ഡിഫ്യൂസ് ചെയ്തിട്ട് പിന്നെ ഫർദറായിട്ട് അതിന് ആ ലെയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പി ടൈപ്പ് സെമിയിൽ നിന്ന് ഹോൾസിനെയും എന്നിന്ന് ഫർദറായിട്ട് ഇലക്ട്രോൺസിനെയും ഡിഫ്യൂസ് ചെയ്യാൻ അയക്കില്ല. ഒരു ലെയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലെയർ ഡിപ്ലീഷൻ ലെയർ അവിടെ ഫോം ചെയ്യും. അതിനൊരു പൊട്ടൻഷ്യലും ഉണ്ടാകും. അതിനെ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. ആ ബാരിയർ പൊട്ടൻഷ്യലിൻ്റെ അളവ് എന്ന് പറയുന്നത്, വോൾട്ടേജിൻ്റെ അളവ് എന്ന് പറയുന്നത് 0.7 വോൾട്ടാണ് സിലിക്കൻ്റെ കേസ്, ജർമ്മനിൻ്റെ കേസിൽ
ജർമ്മേനിയത്തിൻ്റെ കേസിൽ 0.3 വോൾട്ടാണ്. ഇതാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഇനി ഇതിൻ്റെ വർക്കിംഗ് ആണ് നെക്സ്റ്റ് ക്ലാസ്സിൽ. ഇത് 2 തരത്തിൽ കണക്ട് ചെയ്യാണ്. അതിനാണ് ബയാസിംഗ് എന്ന് പറയുന്നത്. ഫോർവേഡ് ബയാസിംഗ് ആൻഡ് റിവേഴ്സ് ബയാസിംഗ്. 2 തരത്തിൽ നമ്മൾ ഈ ഒരു പി എൻ ജംഗ്ഷനെ സർക്യൂട്ടിൽ കണക്ട് ചെയ്യും. അതിനെയാണ് ബയാസിംഗ് എന്ന് പറയുന്നത്. അതിന് 2 തരത്തിലുണ്ട്. ഒന്ന് ഫോർവേഡ് ബയാസും മറ്റൊരു റിവേഴ്സ് ബയാസും. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.